നമസ്കാരം. നിരവധി പെൺസുഹൃത്തുക്കളുള്ള അവയൊന്നും മറച്ചുവെക്കാത്ത നേതാവായിരുന്നു ജവഹർലാൽ നെഹ്റു. അത്തരത്തിൽ നെഹ്റുവിന് നല്ലൊരു വ്യക്തിബന്ധമുണ്ടായിരുന്ന ആളായിരുന്നു എഡ്വീന മൗണ്ട് ബാറ്റനും. നെഹ്റുവും എഡ്വീനയും തമ്മിലുള്ള സൗഹൃദം നേരത്തെ തന്നെ വെളിപ്പെട്ടതുമാണ്. എഡ്വീന മൗണ്ട് ബാറ്റന്റെ മകൾ പമേല ഹിഗ്സ് നേരത്തെ തന്നെ ഇവരുടെയും അതിന്റെ കത്തിനെ കുറിച്ച് തന്റെ പുസ്തകമായ ഡോട്ടർ ഓഫ് എംപയർ, അതായത് ലൈഫ് ഈസ് എ മൗണ്ട് ബാറ്റൺ എന്ന പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. തന്റെ അമ്മയും നെഹ്റുവും തമ്മിൽ അഗാധമായ ബന്ധമുണ്ട് എന്ന് ഈ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. തന്റെ പങ്കാളിയും ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയിയുമായ ലോർഡ് ലൂയിസ് മൗണ്ട് ബാറ്റനുമായി 1947 ഇന്ത്യയിലെത്തിയപ്പോൾ മുതൽ തന്നെ നെഹ്റുവുമായി എഡ്വീനയ്ക്ക് സൗഹൃദ ബന്ധമുണ്ടായിരുന്നുവെന്നാണ് സൂചന. നെഹ്റുവും എഡ്വീനയും തമ്മിൽ പരസ്പരം നല്ല സ്നേഹവും ബഹുമാനവും ഉണ്ടെന്നാണ് തനിക്ക് ഈ കത്ത് വായിച്ചപ്പോൾ തോന്നിയതെന്നാണ് മകൾ വ്യക്തമാക്കിയത്. അവർ അപൂർവമായി മാത്രമേ തനിച്ചുണ്ടായിരുന്നു എന്നതുകൊണ്ട് തന്നെ ശാരീരികമായി ബന്ധത്തിലേർപ്പെടാൻ ഇരുവർക്കും സാധിച്ചില്ല എന്നാണ് മകൾ പറയുന്നത്. അവർക്ക് ചുറ്റും എപ്പോഴും സ്റ്റാഫുകളും പോലീസും മറ്റ് അംഗരക്ഷകരും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പുസ്തകത്തിൽ പമേല പറഞ്ഞു വെക്കുന്നത്. ഒടുവിൽ എഡ്വീന മൗണ്ട് ബാറ്റൻ ഇന്ത്യ വിട്ടുപോകുമ്പോൾ നെഹ്റുവിന് ഒരു മരതക മോതിരം നൽകാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ നെഹ്റു അത് വാങ്ങിക്കില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നതിനാൽ ആ മോതിരം എഡ്വീന ഇന്ദിരാഗാന്ധിക്ക് നൽകുകയാണ് ഉണ്ടായിരുന്നതെന്നാണ് മകൾ പമേല പറയുന്നത്. ഈ രേഖകൾ നെഹ്റു കുടുംബത്തിന് വ്യക്തിപരമായ പ്രാധാന്യം നൽകുന്നതാണെങ്കിലും ചരിത്രകാരന്മാർക്കും ഗവേഷകർക്കും വളരെയധികം പ്രയോജനം ചെയ്യുമെന്നാണ് PMLന്റെ അവകാശവാദം. ഈ കത്തുകൾ പുറത്തു വന്നാൽ ഒരുപക്ഷെ ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതായിരിക്കും. നെഹ്റുവിന്റെ കത്തുകളടങ്ങിയ 51ഓളം പെട്ടികൾ എടുത്തു മാറ്റിയിട്ടുണ്ടെന്നും ഖദ്രി പറയുന്നുണ്ട്. കൂടാതെ 2008 മ്യൂസിയത്തിൽ നിന്നും കത്തുകൾ സോണിയാഗാന്ധി എടുത്തുകൊണ്ടുപോയത്. ജവഹർലാൽ നെഹ്റുവിന്റെ കത്തുകൾ അടക്കമുള്ള സ്വകാര്യ രേഖകൾ തിരികെ എടുത്തുകൊണ്ടുപോയത് സോണിയാഗാന്ധിക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ PML സൊസൈറ്റിയുടെ 47ാമത് വാർഷിക പൊതുയോഗത്തിലെ ചർച്ചകൾക്കിടെയാണ് ഇത്തരമൊരു വാദമുയർന്നത്. നിയമപരമായ മാർഗങ്ങളിലൂടെ ഈ വിഷയം ഇനി പിന്തുടരണമെന്ന് അംഗങ്ങൾക്കിടയിൽ സമവായം ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ജവഹർലാൽ നെഹ്റുവിന്റെ സ്വകാര്യ രേഖകൾ സോണിയാഗാന്ധി അടക്കമുള്ള കുടുംബം തന്നെ സംഭാവന ചെയ്തതും അതിപ്പോൾ നിയമപരമായി പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി എന്ന സ്ഥാപനത്തിന്റെ സ്വത്തുമാണ്. സോണിയാഗാന്ധി പേപ്പറുകൾ തിരികെ എടുത്തത് UPA സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്. 2008 UPA ഭരണകാലത്ത് 51 കാർട്ടനുകളിലായി പാക്ക് ചെയ്ത കത്തുകൾ സോണിയ ലൈബ്രറിയിൽ നിന്നും മാറ്റിയെന്നാണ് റിപ്പോർട്ടുകൾ. നെഹ്റുവിന്റെ സ്വകാര്യ ശേഖരത്തിൽ നിന്നുള്ള ഒരു വലിയ രേഖകളുടെ ശേഖരത്തെ ചുറ്റിപ്പറ്റിയാണ് വിവാദം. എഡ്വീന മൗണ്ട് ബാറ്റൻ, ആൽബർട്ട് ഐൻസ്റ്റീൻ, അതോടൊപ്പം ജയപ്രകാശ് നാരായണൻ, വിജയലക്ഷ്മി പണ്ഡിറ്റ്, ബാബു ജഗ്ജീവൻ റാം, അരുണ അസഫ് അലി തുടങ്ങിയ ചരിത്ര വ്യക്തികളുടെയും അതോടൊപ്പം തന്നെ അവരുമായി കൈമാറിയ കത്തുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 1971 2008 ഇടയിൽ ഇപ്പോൾ PML എന്നറിയപ്പെടുന്ന നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയിൽ ഈ പ്രബന്ധങ്ങൾ സൂക്ഷിച്ചിരിക്കുകയാണ്. പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇത് മടക്കി നൽകാൻ സോണിയാഗാന്ധിയോ രാഹുലോ തയ്യാറായില്ല. തുടർന്നാണ് സോണിയക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നത്. അതേസമയം നെഹ്റുവിന്റെ കത്തുകൾ ദേശീയ താൽപര്യത്തിൽ വിലപ്പെട്ടതാണെന്ന് BJP MP സംബിത് പത്ര പറഞ്ഞു. അവയിൽ എന്താണ് അടങ്ങിയിരിക്കുന്നതെന്ന് അറിയാൻ പൊതുജനങ്ങൾക്ക് അവകാശമുണ്ട് എന്നും അദ്ദേഹം പറയുകയാണ്. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്.